പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ 13ാമത്തെ വീഡിയോയിലേക്കാണ് പോകുന്നത്. സൈക്ലിക് ക്വാഡ്രിലാറ്ററുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ്. ഇങ്ങനെ ഒരു ചിത്രം, 3 സർക്കിൾസ് ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്യുന്ന പി, ക്യു, ആർ ആൻഡ് എസിൽ ഇന്റർസെക്ട് ചെയ്യുന്നു. ഈ പിയും ആറും കൂട്ടി യോജിപ്പിച്ച് 2 വശത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ്. ക്യു എസും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ എ ബി ഡി സി എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ കിട്ടിയിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് എ ബി ഡി സി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇൻ ദി ഫിഗർ ദി സർക്കിൾസ് ഇന്റർസെക്ട് അറ്റ് പി, ക്യു, ആർ ആൻഡ് എസ്. പ്രൂവ് ദാറ്റ് എ ബി ഡി സി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പ്രൂവ് ചെയ്യണേ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അത് ആംഗിൾ ബിയും ആംഗിൾ സിയും കൂടി ആഡ് ചെയ്ത 180 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അറിയാവുന്നത് ഇത് ഈ സർക്കിളിലെ 4 പോയിന്റ് ആണ് എ പി ക്യു ബി. അതുപോലെ ഈ സർക്കിളിലെ 4 പോയിന്റ് ആണ് പി ക്യു എസ് ആർ. അതുപോലെ ഈ സർക്കിളിലെ 4 പോയിന്റ് ആണ് ആർ എസ് ഡി സി. അപ്പൊ നോക്കിയേ, ആംഗിൾ എ ഞാൻ എക്സ് എന്ന് എടുത്തു, ആംഗിൾ ഡി വൈ എന്ന് എടുത്തു. അപ്പൊ എക്സ് പ്ലസ് വൈ 180 ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഈ 4 പോയിന്റിലൂടെ ഒറ്റ സർക്കിൾ വരയ്ക്കാമെന്ന് പറയണമെങ്കിൽ ഈ 2 ആംഗിൾസിന്റെ സം 180 ആണെന്ന് പറയണം. അപ്പൊ ആംഗിൾ എ ഞാൻ എക്സ് എന്ന് എടുത്തു, ആംഗിൾ ഡി വൈ എന്ന് എടുത്തു. ഇനി ആർ എസും പി ക്യു അങ്ങോട്ട് ജോയിൻ ചെയ്യുക. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നോക്കിക്കേ, ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് അല്ലെ. ഒരു സർക്കിളിലെ 4 പോയിന്റ് ആണ്. അപ്പോ ഈ ആംഗിൾ വൈ ആവുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഔട്ടർ ആംഗിളിന്റെ അളവ്, ഇതിന്റെ സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു ഇന്നർ ഓപ്പോസിറ്റ് ആംഗിൾ ആണ്. അപ്പൊ ഈ ആംഗിൾ വൈ ആയതുകൊണ്ട് ഇത് വൈ. അതുപോലെ മറ്റൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് ഇത് അല്ലെ. ഇവിടെ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എ ബി ക്യു പി ഇസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പൊ എ ബി ക്യു പി സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ ഇവിടെ നമ്മൾ എക്സ് എന്ന് എടുത്താൽ ഇത് എക്സ് ഔട്ടർ ആംഗിൾ പറയണ മനസ്സിലാവുണ്ടോ? അപ്പോ നമ്മൾ ആദ്യം എടുത്തത് ഈ സർക്കിൾ, ഈ ക്വാഡ്രിലാറ്ററൽ എടുത്തു, അതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. അതിന്റെ ഔട്ടർ ആംഗിൾ വൈ. ഈ ക്വാഡ്രിലാറ്ററൽ എടുത്തു, അതിന്റെ ഔട്ടർ ആംഗിൾ എക്സ്. അപ്പൊ 2 ആംഗിളും എക്സും വൈയും കിട്ടി. അപ്പൊ എക്സും വൈയും കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇത് കണ്ട, ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പൊ അതുകൊണ്ട് എക്സ് പ്ലസ് വൈ എത്രയാണ്? 180 ഡിഗ്രി. അപ്പോ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. എക്സ് പ്ലസ് വൈ 180. എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി അല്ലേ നോക്കി. അപ്പൊ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി 180 എന്ന് കിട്ടി. അപ്പൊ ഇതെന്തായി? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയി. അപ്പോ എക്സ് പ്ലസ് വൈ 180 ആയതുകൊണ്ട്, അതായത് ഈ ആംഗിളും ഈ ആംഗിളും കൂടി കൂട്ടിയ 180 ആയതുകൊണ്ട് ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയി മാറി. അടുത്ത ചോദ്യം, ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, 7ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി തന്നിട്ടുണ്ട്. അതിന്റെ ആംഗിൾ ബൈസെക്ടേഴ്സ് ആണ് ഈ വരച്ചിരിക്കുന്നത്. അതായത് ഡി പി, എ ആർ, ബി ആർ, സി പി, ഇതെല്ലാം ആ ക്വാഡ്രിലാറ്ററിന്റെ ആംഗിൾ ബൈസെക്ടേഴ്സ്. ആംഗിൾ ബൈസെക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താ? ആംഗിളിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ലൈനാണ്. അപ്പോ ഈ ആംഗിളും ഈ ആംഗിൾ ഈക്വൽ ആയിരിക്കും, ഇത് ഈക്വൽ ആയിരിക്കും, ഇത് ഈക്വൽ ആയിരിക്കും, ഇത് ഈക്വൽ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഈക്വൽ ആയിട്ട് ആംഗിൾ ബൈസെക്ടേഴ്സ് വരച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ക്വാഡ്രിലാറ്ററിലൂടെ ഫോം ചെയ്തിട്ടുണ്ട്. ആ ഇന്റർസെക്ട് ചെയ്ത് അത് പി ക്യു ആർ എസ് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. പി ക്യു ആർ എസ് സൈക്ലിക് ആണെന്ന് പറഞ്ഞാൽ പി ക്യു ആർ എസിലൂടെ ഒരു സർക്കിൾ വരയ്ക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി? ആംഗിൾ പി പ്ലസ് ആംഗിൾ ആർ 180 എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യാണ്, ഈ ആംഗിൾ, അതായത് ആംഗിൾ ആർ എ ബി എന്ന് പറയുന്ന ഈ ആംഗിള്, ഈ ഡി എ ബി ആംഗിൾ എയുടെ ഹാഫ് ആണ്, കാരണം ആംഗിൾ ബൈസെക്ടറാണ്. അതുപോലെ ആർ ബി എ എന്ന് പറയുന്ന ആംഗിള് ഈ വലിയ ആംഗിളിന്റെ ഹാഫ് ആണ്, കാരണം ഇത് ആംഗിൾ ബൈസെക്ടർ. ആംഗിൾ ബൈസെക്ടർ ടോട്ടൽ ആംഗിളിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഇത് ഈ ബി എന്ന ആംഗിളിന്റെ ഹാഫ് ആംഗിൾ ബിയും ഇത് ഹാഫ് ആംഗിൾ എയും ആണ്. ഓക്കെ, അപ്പൊ ആംഗിൾ ആർ എന്ത് വരും? ഇതൊരു ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിന്റെ 3 ആംഗിളും കൂടി ചേർന്ന 180 ആണ്. അപ്പോൾ 180യിൽ നിന്ന് ഈ 2 ആംഗിളും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ ആർ കിട്ടും. അപ്പൊ ആംഗിൾ ആർ എന്ന് പറയുന്നത് ഈ എ ബി ആർ എന്ന ട്രയാങ്കിളിൽ ആംഗിൾ ആർ എന്ന് പറയുന്നത് 180 മൈനസ് ഹാഫ് ആംഗിൾ എ പ്ലസ് ഹാഫ് ആംഗിൾ ബി. ക്ലിയർ ആയി പറഞ്ഞത്? അതുപോലെ അടുത്തത് ഇത് ആംഗിൾ ബൈസെക്ടർ ആണ്, ഇതും ആംഗിൾ ബൈസെക്ടർ ആണ്. അപ്പൊ ഈ ആംഗിൾ ബൈസെക്ടർ വരച്ചു കഴിയുമ്പോൾ ഈ ഡി എന്ന ആംഗിളിന്റെ ഹാഫ് ആവും. ഇത് ഹാഫ് ആംഗിൾ ഡി, അതുപോലെ ഇത് ഹാഫ് ആംഗിൾ സി. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട് പി ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിള്. അപ്പൊ പി എന്ന് പറയുന്നത് 180 ഹാഫ് ആംഗിൾ ഡിയും ഹാഫ് ആംഗിൾ സിയും കുറയ്ക്കുന്നതാണ്. അപ്പോ
ആംഗിൾ ആർ കിട്ടി, ആംഗിൾ പി കിട്ടി. രണ്ടും കൂടി ആഡ് ചെയ്ത് എത്രയാന്ന് പറയണം? 180. ആഡ് ചെയ്ത് നോക്കാം. 180 മൈനസ് ആംഗിൾ പി പ്ലസ് ആംഗിൾ ആർ എന്ന് പറഞ്ഞാൽ 180 മൈനസ് ഹാഫ് ആംഗിൾ എ പ്ലസ് ഹാഫ് ആംഗിൾ ബി പ്ലസ് 180 മൈനസ് ഹാഫ് ആംഗിൾ സി പ്ലസ് ഹാഫ് ആംഗിൾ ഡി. അപ്പൊ നോക്കിയാൽ 180 കൂടി കൂട്ടി കഴിയുമ്പോൾ 360 വരുമല്ലോ. അപ്പൊ 360 മൈനസ് ഓഫ് ഹാഫ് ആംഗിൾ, ഇതെല്ലാം ഹാഫ് ആംഗിൾ ആണ്, അതുകൊണ്ട് ഹാഫ് വെളിയിലെടുത്തു. ഇതെല്ലാം സബ്ട്രാക്ട് ചെയ്യേണ്ട, ഇതും സബ്ട്രാക്ട് ചെയ്യണം, ഇതെല്ലാം സബ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യാം. അതായത് എ പ്ലസ് ബിയും സബ്ട്രാക്ട് ചെയ്യണം, സി പ്ലസ് ഡിയും സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ അതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്താൽ മതി. ഹാഫ് ഓഫ് ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി പ്ലസ് ആംഗിൾ ഡി. അപ്പൊ നോക്കിയേ 360 മൈനസ് ഇത് കണ്ടോ, എ പ്ലസ് ബി പ്ലസ് സി പ്ലസ് ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്വാഡ്രിലാറ്ററിന്റെ സം ഓഫ് ആംഗിൾസ് ആണ്. അതെപ്പോഴും 360 ആയിരിക്കും. അപ്പോൾ ഹാഫ് ഇൻറ്റു 360, 360യുടെ ഹാഫ് എന്ന് പറയുന്നത് 180 ആണ്. അപ്പോൾ 360 മൈനസ് 180, ദാറ്റ് ഈസ് 180 ഡിഗ്രി. ദാറ്റ് ഈസ് സം ഓഫ് ദി ഓപ്പോസിറ്റ് ആംഗിൾസ് ഈസ് 180 ഡിഗ്രി. സോ PQRS ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. കാര്യം മനസ്സിലായോ? ഏത് ക്വാഡ്രിലാറ്ററൽ ABCD എടുത്താലും അതിന്റെ ആംഗിൾ ബൈസെക്ടേഴ്സ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആയിരിക്കും. അപ്പോൾ ഇത് പറഞ്ഞത് ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയണം. ഇവിടെ ഇത് ഹാഫ് ആംഗിൾ എ ആണ്, ഇത് ഹാഫ് ആംഗിൾ ബി ആണ്. അപ്പൊ ഇത് 180 ഹാഫ് ആംഗിൾ എയും ഹാഫ് ആംഗിൾ ബിയും കുറയ്ക്കുന്നു. ഇത് ഹാഫ് ആംഗിൾ ഡി ആണ്, ഇത് ഹാഫ് ആംഗിൾ സി ആണ്, ആംഗിൾ ബൈസെക്ടർ. അപ്പോൾ 180 ഹാഫ് ആംഗിൾ ഡിയും ഹാഫ് ആംഗിൾ സിയും കുറയ്ക്കുന്നു. അപ്പോൾ മൊത്തം 180 പ്ലസ് 180 360 ഈ ഹാഫ് ആംഗിൾ എയും ഹാഫ് ആംഗിൾ ബിയും ഹാഫ് ആംഗിൾ സിയും ഹാഫ് ആംഗിൾ ഡിയും കുറയ്ക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? 360 ഹാഫ് ആംഗിൾ എയും ഹാഫ് ആംഗിൾ ബിയും ഹാഫ് ആംഗിൾ സിയും ഹാഫ് ആംഗിൾ ഡിയും കൂടി ആഡ് ചെയ്തിട്ട് സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ ഹാഫ് വെളിയിൽ എടുക്കുന്നു. ഇപ്പോൾ 180 360 മൈനസ് ഓഫ് ഹാഫ് ഇൻറ്റു 360 എന്നായി. ഹാഫ് ഇൻറ്റു 360 180 ആണ്. അപ്പോൾ 180 360 മൈനസ് 180 എന്ന് പറയുന്നത് 180 ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആയതുകൊണ്ട് ഇറ്റ് ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. ഇതാ ഇങ്ങനെയാണ്. ഇൻ ദി ഫിഗർ പി ക്യു ആൻഡ് ആർ ആർ പോയിന്റ്സ് ഓൺ ദി സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ABC. ഒരു ട്രയാങ്കിളിലെ 3 പോയിന്റ്സ് ആണ് പിയും ക്യൂ ആർ. ഇന്ന പോയിന്റ് ഒന്നുമില്ല, അതിനകത്ത് ഒരു പോയിന്റ് ആറ്, ഒരു പോയിന്റ് ക്യൂ, ഒരു സൈഡിലെ ഒരു പോയിന്റ്, 3 സൈഡിലുള്ള ഒരു പോയിന്റുകൾ എടുത്തിരിക്കുകയാണ്. ഇഷ്ടമുള്ള പോയിന്റ് എടുക്കാം. ദി സർക്കം സർക്കിൾ ഓഫ് ട്രയാങ്കിൾ AQR and BPR intersect at S. Prove that the circumcircle of triangle CPQ also passes through S. അതാണ് ക്വസ്റ്റ്യൻ. അതായത് ഈ 3 പോയിന്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിന്റെ സർക്കം സർക്കിൾ ആണിത്. ഇവിടെ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിന്റെ സർക്കം സർക്കിൾ ആണ്. സർക്കം സർക്കിൾ എന്ന് പറഞ്ഞാൽ 3 വെർട്ടീസസിലൂടെയും കടന്നു പോകുന്ന സർക്കിൾ, അതിന്റെ സർക്കം സർക്കിൾ ആണിത്. അത് രണ്ടും കൂടി ഇന്റർസെക്റ്റ് ചെയ്തിരിക്കുന്ന പോയിന്റ് ആണ് എസ്. അപ്പോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട മൂന്നാമതൊരു ട്രയാങ്കിൾ ഇവിടെ ഉണ്ട് PQC, അതിന്റെ സർക്കം സർക്കിളും എസ്സിലൂടെ പാസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ PCQS എന്ന് പറയുന്ന ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് പ്രൂവ് ചെയ്താൽ മതി. എസ്സിലൂടെ പാസ് ചെയ്യുമെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് പാസ് ചെയ്താൽ പ്രൂവ് ചെയ്താൽ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ലൈൻ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, കൺസേൺ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ഇതിങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് RS ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് Tയിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതിങ്ങനെ നീട്ടി വരയ്ക്കുന്നു. ഈ ലൈനും നീട്ടുന്നു. അപ്പോൾ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്, കാരണം ഒരു സർക്കിളിലെ 4 പോയിന്റ് ആണ്. ഇത് മറ്റൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്, കാരണം ഒരു സർക്കിളിലെ 4 പോയിന്റ് ആണ്. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് പ്രൂവ് ചെയ്യണം. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് പ്രൂവ് ചെയ്യേണ്ടത് വേണം. ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 എന്ന് പറഞ്ഞാൽ ആംഗിൾ സിയും ആംഗിൾ PSQ കൂടി, അതായത് ഈ ടോട്ടൽ ആംഗിളും ഈ ആംഗിളും കൂടി ആഡ് ചെയ്താൽ 180 ആണ് പ്രൂവ് ചെയ്താൽ. ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആണെങ്കിൽ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് ARSQ. കാരണം ഇതൊരു സർക്കിളിന്റെ 4 പോയിന്റ് ആണ്. അതിന്റെ ഒരു സൈഡ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആംഗിൾ ആണ് QST. അപ്പൊ ഈ QST എന്ന് പറഞ്ഞാൽ ഔട്ടർ ആംഗിളിലേക്ക് ഈക്വൽ ആയിരിക്കും. കാരണം സൈക്ലിക് ക്വാഡ്രിലാറ്ററിന്റെ ഔട്ടർ ആംഗിൾ ഓപ്പോസിറ്റ് ആംഗിളിന് ഈക്വൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ QST. ക്ലിയർ ആയ പറഞ്ഞത്? ഈ A തന്നെയാണ് QST എന്ന് പറഞ്ഞ ആംഗിൾ. അതുപോലെ ഇവിടെ മറ്റൊരു സൈക്ലിക് ക്വാഡ്രിലാറ്റർ ഉണ്ട്, കണ്ട BPSR. ആ സൈക്ലിക് ക്വാഡ്രിലാറ്റർ ഇതുപോലെ തന്നെ ഔട്ടർ ആംഗിൾ ആണ് ഇത് മാർക്ക് ചെയ്തിരിക്കുന്ന ബ്ലൂ കളറിൽ, അതായത് PST. അപ്പോൾ ആംഗിൾ B തന്നെയാണ് PST. അപ്പൊ ആംഗിൾ B PST, ആംഗിൾ A QST. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് ആംഗിൾ PSQ പ്ലസ് ആംഗിൾ C. നോക്കാം, ആംഗിൾ PSQ പ്ലസ്
ഇവിടെ ആംഗിൾ പി എസ് ക്യൂ എന്ന് പറയുന്നത് അപ്പൊ എന്തായി നോക്കിയേ, ആംഗിൾ എയും ആംഗിൾ ബിയും കൂടി കൂട്ടുന്നത്. കാരണം ആംഗിൾ എ ആണ് ഇത്, ആംഗിൾ ബി ആണ് ഇത്. അപ്പൊ എയും ബിയും കൂടി കൂട്ടുന്നതാണ് പി എസ് ക്യൂ എന്ന് പറയുന്നത്. അപ്പോ ഇൻ ക്വാഡ്രിലാറ്ററൽ പി സി ക്യു എസ്, പി എസ് ക്യു സി, ഈ ക്വാഡ്രിലാറ്ററല് ആംഗിൾ പി എസ് ക്യു പ്ലസ് ആംഗിൾ സി എന്താന്ന് നോക്കാം. ആംഗിൾ പി എസ് ക്യു, അതായത് ഈ ആംഗിൾ കണ്ടോ, പ്ലസ് ആംഗിൾ സി. ആംഗിൾ പി എസ് ക്യൂവിന് പകരം ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി എന്ന് എഴുതി, പ്ലസ് സി. അപ്പൊ എ പ്ലസ് ബി പ്ലസ് സി എന്ന് വന്നില്ലേ നോക്കിയേ. എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ട്രയാംഗിളിന്റെ മൂന്നാംഗിളായി എയും ബിയും സിയും കൂടി ആഡ് ചെയ്താ ട്രയാംഗിളിന്റെ മൂന്നാംഗിളും കൂടി ആഡ് ചെയ്താല് എപ്പോഴും 180 ആയിരിക്കും. അപ്പൊ എ പ്ലസ് ബി പ്ലസ് സി 180 ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് പി എസ് ക്യൂ പ്ലസ് സിയും 180 ആയി. അപ്പൊ ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ സം 180 ആയതുകൊണ്ട് ഇതെന്താണ്, ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പൊ കാര്യം മനസ്സിലായോ? വളരെ സിമ്പിൾ ആണ്. ഫിഗർ കണ്ടിട്ട് പേടിക്കണ്ട. ഈ രണ്ട് സർക്കിൾസ് ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എസ്. അപ്പൊ ആദ്യം നമ്മൾ ആർ എസ് അങ്ങോട്ട് ജോയിൻ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തു. ഈ ലൈനും ജോയിൻ ചെയ്തു. അപ്പൊ ഇവിടെ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് ഈ ആംഗിളും ഈ ആംഗിൾ ഈക്വല്, ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആയതുകൊണ്ട് ഈ ആംഗിൾ ഈക്വൽ. അപ്പൊ ആംഗിൾ എയും ആംഗിൾ ബിയും കൂടി കൂട്ടുന്നതാണ് ഈ ക്യൂ എസ് പി അല്ലെങ്കിൽ പി എസ് ക്യൂ എന്ന് പറഞ്ഞ ആംഗിള്. ഇത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഈ ട്രയാംഗിളിന്റെ സർക്കിൾ എസിലൂടെ പോകുന്നു പറഞ്ഞാൽ ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ആംഗിൾ സിയും ആംഗിൾ പി എസ് ക്യൂയും കൂടി ആഡ് ചെയ്താൽ 180 ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് ആംഗിൾ പി എസ് ക്യൂ എന്ന് പറഞ്ഞാൽ എയും ബിയും ആണ്. അപ്പൊ എ പ്ലസ് ബി പ്ലസ് സി എന്നായി. എ പ്ലസ് ബി പ്ലസ് സി 180 ആണ്. അപ്പൊ സം ഓഫ് ദി ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ആയതുകൊണ്ട് ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. therefore circumcircle of PCQ also passes through yes. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.